ഹലോ, വെൽക്കം ടു കെമിസ്ട്രി എക്സ്പ്ലെയിൻ. കെമിസ്ട്രി എക്സ്പ്ലെയിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ അലിൻറ്റ മരിയ വർഗീസ്, നിങ്ങളുടെ സ്വന്തം കെമിസ്ട്രി ടീച്ചർ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചുകൊണ്ടിരുന്നത്? കെമിക്കൽ കൈനറ്റിക്സിൽ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദ റേറ്റ് ഓഫ് ദ റിയാക്ഷനിൽ ടെമ്പറേച്ചറിന്റെ ഡിപ്പെൻഡൻസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത് അല്ലേ? അപ്പോൾ ഈ ക്ലാസ്സിൽ നമുക്ക് കാറ്റലിസ്റ്റിന്റെ എഫക്റ്റ് എന്താണെന്ന് നോക്കാം. ടെമ്പറേച്ചർ കാണാത്തവരാണെങ്കിൽ വേഗം പോയി കണ്ടിട്ട് തിരിച്ചു തരാം. ഓക്കെ, അപ്പൊ കാറ്റലിസ്റ്റിന്റെ എഫക്റ്റ് എന്താണ് നമ്മുടെ റേറ്റ് ഓഫ് ദ റിയാക്ഷനിൽ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ആദ്യമേ നമ്മൾ അറിയണം എന്താണ് ഈ കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലെ, എന്താണ് കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റിയാക്ഷന്റെ റേറ്റിനെ ഓൾട്ടർ ചെയ്യാണ്. ഓൾട്ടർ ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്നുകിൽ കൂട്ടാം അല്ലെങ്കിൽ കുറയ്ക്കാം. ഒരു റിയാക്ഷന്റെ റേറ്റിനെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു സബ്സ്റ്റൻസിന്റെ പേരാണ് കാറ്റലിസ്റ്റ്. എന്നാൽ ഈ കാറ്റലിസ്റ്റിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് റിയാക്ഷന്റെ റേറ്റ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുമെങ്കിൽ പോലും സ്വന്തമായി അതിനൊന്നും തന്നെ സംഭവിക്കുന്നില്ല. ഈ റിയാക്ഷൻ തീരുമ്പോഴും ആ കാറ്റലിസ്റ്റ് അതുപോലെ തന്നെ ഇരിക്കും, അതിനൊന്നും സംഭവിക്കുന്നില്ല. അപ്പൊ കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ സബ്സ്റ്റൻസ് ദാറ്റ് ക്യാൻ ഓൾട്ടർ ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ വിത്തൗട്ട് അണ്ടർഗോയിങ് എനി ചേഞ്ച്. മനസ്സിലായോ? അപ്പൊ അതാണ് കാറ്റലിസ്റ്റ്. അപ്പൊ അങ്ങനെ നമ്മൾ ഇടുന്ന കാറ്റലിസ്റ്റിന് ഈ റിയാക്ഷൻ റേറ്റിൽ എന്താണ് ചെയ്യാനുള്ളതെന്നാണ് നമ്മൾ നോക്കുന്നത്. അതിനുവേണ്ടി നമുക്കൊരു ഗ്രാഫ് ആദ്യം നോക്കാം. മിസ്സിന്റെ ഇതിലേക്ക് സ്ക്രീനിലേക്ക് നിങ്ങൾ നോക്കിക്കോളൂ. ഗ്രാഫിൽ നമുക്ക് കാണാം, ഈ ഗ്രാഫിൽ ഒരു സൈഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എനർജിയാണ്, മറ്റേ സൈഡിൽ റിയാക്ഷൻ കോർഡിനേറ്റ് അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് റിയാക്ഷന്റെ റേറ്റ് അത്രയൊക്കെയാണ് അതിനർത്ഥമുള്ളൂ. അപ്പം എനർജി നമ്മൾ നോക്കുവാണെങ്കിൽ സപ്പോസ് ഇതാണ് നമ്മുടെ റിയാക്റ്റന്റ്. ഓക്കെ, ഈ സൈഡിലാണ് നമ്മുടെ റിയാക്റ്റന്റ്, ഇവിടെയാണ് നമ്മുടെ പ്രോഡക്റ്റ്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പൊ ആ സൈഡിൽ നമ്മൾ റിയാക്റ്റന്റ്, പ്രോഡക്റ്റ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഈ റിയാക്റ്റൻസ് എന്ത് സംഭവിക്കും? ഈ ബ്രൗൺ ലൈനാണ് നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത്. റിയാക്റ്റന്റ് ഇങ്ങനെ കയറി ഇതാ ഇത്രയും എനർജി കിട്ടി, എന്നിട്ടാണ് ഫൈനലി എന്ത് ചെയ്യണത്? പ്രോഡക്റ്റ് ആവുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ആക്ടിവേഷൻ എനർജിയെ കുറിച്ച്. എന്താണ് ആക്ടിവേഷൻ എനർജി? ഇവിടെ ഇഷ്ടംപോലെ റിയാക്റ്റന്റ് മോളിക്യൂൾസ് ഉണ്ടെങ്കിലും എല്ലാ മോളിക്യൂൾസിനൊന്നും ആക്ടിവേഷൻ എനർജി ഇല്ല, അല്ലെങ്കിൽ നമ്മുടെ റിയാക്ഷൻ നടത്താനുള്ള എനർജി ഇല്ല. അപ്പൊ ആ റിയാക്ഷൻ നടത്താനുള്ള എനർജി ഉള്ള മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നു? ഈ ആക്ടിവേഷൻ എനർജിയിലേക്ക് കണ്ടോ, ഇതുപോലെ വന്ന് ഇതേ കണ്ടോ ഇത്രയും മോളിൽ, ഇതാണ് നമ്മുടെ ആക്ടിവേഷൻ എനർജി, AE എന്ന് പറയുന്നത്. ആക്ടിവേഷൻ എനർജി EA എന്ന് പറയുന്നത്. ആക്ടിവേഷൻ എനർജി ഇത്രയും ഉണ്ട് എന്ത്? അൺകാറ്റലൈസ്ഡ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ. എന്നിട്ട് ഇവിടെ മോളിൽ ചെല്ലുമ്പോൾ ഒരു കോംപ്ലക്സ് ഒക്കെ ഉണ്ടാവും, അതിനെ നമ്മൾ ഇന്റർമീഡിയറ്റ് കോംപ്ലക്സ് എന്നാണ് വിളിക്കുന്നത്. അതായത് നമ്മുടെ റിയാക്ഷൻസ് റിയാക്ട് ചെയ്ത് കഴിഞ്ഞ് പ്രോഡക്റ്റ് ആവുന്നതിന് മുൻപ് ഒരു ചെറിയ കോമ്പൗണ്ട് എന്ത് ചെയ്യും? ഇവിടെ വെച്ചുണ്ടാവും. എന്നിട്ട് ഈ ഇവിടെ ഉണ്ടാകുന്ന കോമ്പൗണ്ട് അൺസ്റ്റേബിൾ ആണ്. അൺസ്റ്റേബിൾ ആയതുകൊണ്ട് തന്നെ ഡീകമ്പോസ് ചെയ്ത് അത് എന്തായി മാറും? പ്രോഡക്റ്റ് ആയി മാറും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുവാണെങ്കിൽ നമുക്ക് അയോഡിന്റെ കേസ് എടുത്ത് നമുക്ക് എക്സാമ്പിൾ നോക്കാം. അപ്പം എക്സാമ്പിളിനകത്ത് ഇപ്പം ഹൈഡ്രജൻ അയഡൈഡിന്റെ കേസ് എടുക്കുന്നത്. ഇപ്പൊ നമ്മുടെ കയ്യിൽ H2 ഉണ്ട്, I2 ഉണ്ട്. ഇത് രണ്ടും കൂടെ കൂടി എന്താകും? 2H ആവും. ഇങ്ങനെയാണല്ലോ നമ്മുടെ ഹൈഡ്രജൻ അയഡൈഡ് ഉണ്ടാവുന്നത്. നമുക്ക് ഇതിനൊന്ന് ഡയഗ്രത്തിലൊന്ന് വരച്ച് നോക്കാം. H2 എന്ന് പറയുമ്പോഴത്തേക്ക് എന്തേ കണ്ടോ, ഇതുപോലെ ഞാനൊരു ഹൈഡ്രജനും എടുത്തു, പ്ലസ് അയോഡിനും എടുത്തു. ഓക്കെ, മനസ്സിലായല്ലോ? ഹൈഡ്രജനും പിന്നെ അയോഡിനും എടുത്തു. ഇതിനെ ഞാൻ റിയാക്ട് ചെയ്യിക്കുകയാണ്. അപ്പൊ ഇത് റിയാക്ടറിന്റെ സൈഡിൽ ഇവിടെ ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഞാൻ റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ കയറി ആക്ടിവേഷൻ എനർജി കിട്ടി ഈ മുകളിലെത്തും. ഈ മുകളിലെത്തുമ്പോഴത്തേക്കും അവിടെ ഒരു കോംപ്ലക്സ് ഉണ്ടാവും. ആ കോംപ്ലക്സ് ആണ് ഞാൻ വരച്ച് കാണിക്കാൻ പോകുന്നത്. കോംപ്ലക്സ് ഇങ്ങനെയായിരിക്കും. H കുത്തിട്ട് I, ഇവിടെ കുത്തിട്ട് H, ഇവിടെ കുത്തിട്ട് I, ഇവിടെ കുത്തിട്ട് ഇങ്ങനെ ഒരു കോംപ്ലക്സ് ഉണ്ടായിരിക്കും. ഒരു ഇന്റർമീഡിയറ്റ് കോംപ്ലക്സ് ഉണ്ടാവും. ഓക്കെ, പക്ഷെ ഈ കോംപ്ലക്സ് എന്തല്ല? അത് സ്റ്റേബിൾ അല്ല. അപ്പൊ എന്ത് ചെയ്യും? ഇത് ഡീകമ്പോസ് ചെയ്യും. അപ്പൊ ഡീകമ്പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഇവിടുന്ന് ഇങ്ങനെ വന്ന് പ്രോഡക്റ്റ് ആവുകയാണ്. മനസ്സിലായോ? അപ്പൊ ഡീകമ്പോസ് ചെയ്യുമ്പോൾ അത് എന്താവുമെന്ന് ഞാൻ കാണിച്ചു തരാം. ഡീകമ്പോസ് ചെയ്ത് നമ്മൾ എഴുതുമ്പോഴത്തേക്കും HI and HIയുടെ രണ്ട് മോളിക്യൂൾസ് ആയിട്ട് അത് എന്ത് ചെയ്യും? ഡീകമ്പോസ്. ഇവിടെ വെച്ച് അങ്ങ് ബ്രേക്ക് ചെയ്ത് പോകും. മനസ്സിലായോ പറഞ്ഞത്? അപ്പോൾ ഇതാണ് ശരിക്കും കാറ്റലിസ്റ്റ് ഇല്ലാത്തൊരു റിയാക്ഷനിൽ പൊതുവെ നടക്കാറ്. അപ്പൊ കാറ്റലിസ്റ്റ് ഇല്ലാത്തൊരു റിയാക്ഷനിൽ നടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? റിയാക്റ്റൻസ് ഇത്രയും ആക്ടിവേഷൻ എനർജിയോട് കൂട്ടിട്ട് ആക്ടിവേഷൻ എനർജി പ്രാപിച്ച് എന്ത് ചെയ്യും? മോളിൽ ചെന്ന് ഇന്റർമീഡിയറ്റ് കോംപ്ലക്സ് ഉണ്ടാകും. എന്നിട്ട് താഴേക്ക് പെട്ടെന്ന് ഡീകമ്പോസ് ചെയ്ത് താഴേക്ക് പോകുന്നു. ഇനി നമ്മൾ കാറ്റലിസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. കാറ്റലിസ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും അവിടെ സംഭവിക്കുന്ന കാര്യം, കാറ്റലിസ്റ്റ് നമ്മൾ നോക്കി ഗ്രീൻ കളർ ആട്ടോ കാറ്റലിസ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. അവിടെ ആക്ടിവേഷൻ എനർജി അങ്ങ് കുറയ്ക്കും. കണ്ടോ, ഇത്രയും ഉണ്ടായിരുന്ന ആക്ടിവേഷൻ എനർജിനെ ഇത്രയും ആക്കി മാറ്റി. കാറ്റലിസ്റ്റിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് റെഡ്യൂസസ് ദ ആക്ടിവേഷൻ എനർജി. ആക്ടിവേഷൻ എനർജീനെ എന്ത് ചെയ്യുന്നു? കുറയ്ക്കുന്നു.
മനസ്സിലായോ? അപ്പൊ കാറ്റലിസ്റ്റ് എന്ത് ചെയ്യും? ആക്ടിവേഷൻ എനർജീനെ കുറയ്ക്കും. അതാണ് ആദ്യം ചെയ്യുക. അപ്പൊ നിങ്ങൾ അത് ഓർത്ത് വെക്കുക കേട്ടോ. കാറ്റലിസ്റ്റ് ചോദിക്കാറുള്ള ചോദ്യമാണ്, കാറ്റലിസ്റ്റ് എന്താ ചെയ്യുന്നത്? ആക്ടിവേഷൻ എനർജി ഓഫ് ദ റിയാക്ടൻസ് എന്ത് ചെയ്യുന്നു? കുറയ്ക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? പെട്ടെന്ന് തന്നെ നമ്മളിവിടെ കോംപ്ലക്സ് ഫോം ചെയ്യും, പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും? ഡീകമ്പോസ് ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് ഇത്ര ആക്ടിവേഷൻ എനർജി കുറവ് മതി, അതുകൊണ്ട് വേഗം എന്ത് ചെയ്യും? റിയാക്ഷൻ നടക്കും. അതുകൊണ്ടാണ് കാറ്റലിസ്റ്റ് ഇടുമ്പോൾ റിയാക്ഷന്റെ റേറ്റ് എന്ത് ചെയ്യുന്നത്? കൂടുന്നത്. മനസ്സിലായോ? പറഞ്ഞ ക്ലിയർ അല്ലേ? അപ്പൊ എന്താണ് എഫക്ട് ഓഫ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്? എഫക്ട് ഓഫ് കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ഇൻക്രീസ് ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ബൈ ഡിക്രീസിംഗ് ദ ആക്ടിവേഷൻ എനർജി. അത് ഓർത്ത് വെക്കുക കേട്ടോ. പിന്നെ ഒരു പോയിന്റ് നമ്മൾ ഓർക്കേണ്ട കാര്യം, കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കുറച്ച് എമൗണ്ട് ഓഫ് കാറ്റലിസ്റ്റ് മതി നമുക്കൊരു വലിയ റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യാനായിട്ട്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി റിയാക്ടന്റ് ഉള്ള ഒരു റിയാക്ഷനാണ് നമ്മൾ കാറ്റലൈസ് ചെയ്യുന്നതെങ്കിൽ പോലും നമുക്കൊരു പൊടിക്ക് വളരെ കുറച്ച് കാറ്റലിസ്റ്റിന് മാത്രമേ ആവശ്യം അവിടെ ഉള്ളൂ. ഓർത്ത് വെക്കുക, ഒരു ഒത്തിരി റിയാക്ഷൻ നമുക്ക് കാറ്റലൈസ് ചെയ്യണമെങ്കിൽ പോലും വളരെ കുറച്ച് കാറ്റലിസ്റ്റിന്റെ ആവശ്യമേ നമുക്ക് അവിടെ ഉള്ളൂ. രണ്ടാമത്തെ കാര്യം ഓർത്തിരിക്കുന്നത്, ഈ കാറ്റലിസ്റ്റ് ഒരിക്കലും നമ്മുടെ ഈ പറയുന്ന റിയാക്ഷന്റെ ഗിബ്സ് എനർജീനെ മാറ്റുന്നില്ല. അത് ഓർത്ത് വെക്കുക കേട്ടോ. അത് വലിയ കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. എൻട്രൻസിനൊക്കെ വല്ല ചോദിച്ചാലേ ഉള്ളൂ, തിയറി പാർട്ടിൽ നമുക്ക് അങ്ങനെ ചോദിക്കാറില്ല. പിന്നെ അടുത്തത്, കാറ്റലിസ്റ്റ് ഡു നോട്ട് ചേഞ്ച് ദ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഓഫ് ദ റിയാക്ഷൻ. ഓർത്ത് വെക്കുക, കാറ്റലിസ്റ്റ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിൽ ഒരു ചേഞ്ച് വരുത്തുന്നില്ല. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് കാറ്റലിസ്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. ആൻഡ് കമ്മിങ് ടു ദ ലാസ്റ്റ് സെഷൻ ഓഫ് അവർ ചാപ്റ്റർ, കൊളിഷൻ തിയറി. ആ ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. എന്താണ് കൊളിഷൻ തിയറി? ഇത് ഞാൻ ഇതിനു മുമ്പ് ഒത്തിരി പ്രാവശ്യം പറഞ്ഞു പോയിട്ടുള്ളതാണ്, എങ്കിലും പറയാം. കൊളിഷൻ തിയറി എന്ന് പറയുമ്പോൾ 2 പോയിന്റുകളാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം, ഒരു റിയാക്ഷൻ നടക്കണമെങ്കിൽ മോളിക്യൂളുകൾ തമ്മിൽ എന്ത് ചെയ്യണം? കൊളൈഡ് ചെയ്യണം. മനസ്സിലായോ? റിയാക്ഷൻ നടക്കണമെങ്കിൽ മോളിക്യൂളുകൾ തമ്മിൽ എന്ത് ചെയ്യണം? കൊളൈഡ് ചെയ്യണം. നമ്മളിപ്പോ ഒരു കുഞ്ഞി പാത്രം എടുത്തു. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു പിക്ചർ കാണിച്ചു തരാം. ഈ പിക്ചറിൽ ഇത് കണ്ടോ, ഇതൊരു പാത്രമാണെന്ന് വിചാരിക്കാം. ഇതിനകത്തുള്ള മോളിക്യൂൾസിന്റെ എണ്ണം എന്താണ്? കുറവാണ് അല്ലെ? ഇവിടെ കൊളിഷൻസ് എന്തായിരിക്കും? കുറവായിരിക്കും. അതേസമയം ഈ ഒരു പാത്രം നോക്കി, ഇവിടെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ അവിടെ കൊളിഷൻസ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഫോർ എക്സാമ്പിൾ പറയാം, നിങ്ങൾ ഒരു റൂമിനകത്തേക്ക് കയറ്റിയിട്ടു, ഇരുട്ടുള്ള ഒരു മുറിയാന്ന് വിചാരിക്കുക. നിങ്ങൾ 10 പേരെ ആ റൂമിനകത്ത് കയറ്റിയിട്ടിട്ട് പെട്ടെന്ന് പാമ്പ് എന്ന് വിളിച്ചു പറഞ്ഞു. എന്ത് സംഭവിക്കും? നിങ്ങൾ എല്ലാവരും വേഗം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും അല്ലെ? 10 പേരായതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ ചെറിയ ചെറിയ കൂട്ടിയിടുകളാണ് സാധാരണയായിട്ട് നടക്കാറ് അല്ലെ? എന്നാൽ നേരെ മറിച്ച് നിങ്ങൾ ഒരു റൂമിനകത്ത് ഒരു 100 പേരുണ്ടെന്ന് വിചാരിക്കുക, അപ്പൊ കൂട്ടിയിടുകൾ കൂടുതലായിരിക്കും. മനസ്സിലായോ? സോ നമ്പർ ഓഫ് റിയാക്ടൻസ് അല്ലെങ്കിൽ നമ്മുടെ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ച് കൊളിഷൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കൂടിക്കൊണ്ടിരിക്കും. ആ ഒരു കാര്യം ഓർക്കുക. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു റിയാക്ഷൻ നടക്കണമെങ്കിൽ മോളിക്യൂളുകൾ തമ്മിൽ എന്ത് ചെയ്യണം? കൊളൈഡ് ചെയ്യണം അല്ലെ? പക്ഷേ എല്ലാ കൊളിഷൻസും റിയാക്ഷനിൽ പങ്കെടുക്കുവോ? ഇല്ല. എല്ലാ കൊളിഷൻസും അവസാനം മോളിക്യൂൾസിന്റെ ഫോർമേഷൻ ഒന്നും നടക്കുമൊന്നുമില്ല. മനസ്സിലായോ? അപ്പോൾ അതിനെയാണ് നമ്മൾ എഫക്റ്റീവ് കൊളിഷൻസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താണ് ഈ എഫക്റ്റീവ് കൊളിഷൻ? അതാണ് നമ്മുടെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. എഫക്റ്റീവ് കൊളിഷൻ എന്ന് പറഞ്ഞാൽ, ഒന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു, കൊളൈഡ് ചെയ്യുന്ന മോളിക്യൂൾസിന് ഒരു മിനിമം എനർജി വേണം. മനസ്സിലായോ? ഒരു മിനിമം എനർജി വേണം. അതിനെ നമ്മൾ ത്രെഷോൾഡ് എനർജി എന്ന് വിളിക്കുന്നു. ഓക്കെ, മനസ്സിലായോ? കൊളൈഡ് ചെയ്യുന്ന മോളിക്യൂൾസിന് എന്ത് വേണം? ഒരു മിനിമം എനർജി വേണം. ആ മിനിമം എനർജിനെ വിളിക്കുന്ന പേരാണ് ത്രെഷോൾഡ് എനർജി എന്ന് പറയും. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റ്, എല്ലാ കൊളിഷൻസും നമുക്കറിയാം അത് എഫക്റ്റീവ് അല്ല. എങ്ങനത്തെ കൊളിഷനാണ്? ഫോർ എക്സാമ്പിൾ, ഇവിടെ നിങ്ങളൊന്ന് നോക്കി, ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ കാർബൺ മോണോക്സൈഡിന്റെ മോളിക്യൂളും ഉണ്ട്, ഓക്സിജന്റെ മോളിക്യൂളും ഉണ്ട് അല്ലെ? ഒരു CO ഉണ്ട്, ഒരു O2 ഉണ്ട്. അപ്പൊ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും, ഈ CO-യുടെ ഓയും ഇവിടുത്തെ ഒരു ഓയും ഇവിടുത്തെ ഓയും ഇത് രണ്ടും കൂടെ കൊളൈഡ് ചെയ്യുമ്പോൾ നോ റിയാക്ഷൻ എന്നാണ് പറയുന്നത്. എന്നാൽ അതേസമയം ഈ സിയും ഓയും കൂടെ കൊളൈഡ് ചെയ്യുമ്പോൾ അവിടെ റിയാക്ഷൻ നടക്കുന്നുണ്ട്. മനസ്സിലായോ? അതായത് ഇങ്ങനെ കൊളൈഡ് ചെയ്യേണ്ട ആള് ഇങ്ങനെ കൊളൈഡ് ചെയ്താൽ റിയാക്ഷൻ നടക്കില്ല. മനസ്സിലായോ പറഞ്ഞത്? പ്രോപ്പർ ഓറിയന്റേഷൻ ഉണ്ട്. ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ ഉണ്ട്. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ കൊളൈഡ് ചെയ്താലേ റിയാക്ഷൻ നടക്കൂ എന്ന സ്ഥിതിക്ക് ഇങ്ങനെ വന്ന് കൊളൈഡ് ചെയ്താൽ എന്ത് ചെയ്യില്ല? നടക്കില്ല. പറഞ്ഞ മനസ്സിലായോ? സോ ഒരു പ്രോപ്പർ ഓറിയന്റേഷൻ വേണം മോളിക്യൂൾസിന്. അതാണ് രണ്ടാമത്തെ കൊളിഷൻ തിയറി. അപ്പൊ 2 കൊളിഷൻ തിയറിയാണ് നമുക്ക് പഠിക്കാനുള്ള. ഏതൊക്കെയാണ്? മോളിക്യൂൾസ് എന്ത് ചെയ്യണം? ദേ ഷുഡ് പോസസ് എ മിനിമം എനർജി ആൻഡ് ഇറ്റ് ഇസ് നോൺ ആസ് ത്രെഷോൾഡ് എനർജി ഫോർ എ പെർട്ടിക്കുലർ റിയാക്ഷൻ. രണ്ടാമത്തെ പോയിന്റ് എന്താ പറഞ്ഞത്? ദ മോളിക്യൂൾ ഷുഡ് കൊളൈഡ് ഇൻ പ്രോപ്പർ ഓറിയന്റേഷൻ. മനസ്സിലായോ? പ്രോപ്പർ ഓറിയന്റേഷനിൽ വേണം അത് കൊളൈഡ് ചെയ്യാൻ. ഇനി ഒരു കുഞ്ഞു കാര്യം കൂടിയുണ്ട്. നമുക്കറിയാം, ഒരു സെക്കൻഡിൽ എത്ര പ്രാവശ്യം അവർ കൊളൈഡ് ചെയ്യുന്നു, അതിനെയാണ് നമ്മൾ കൊളിഷൻ ഫ്രീക്വൻസി എന്ന് വിളിക്കുക.
ഓക്കെ. പൊതുവേ നമുക്കറിയാം ഫിസിക്സിൽ നമ്മൾ ഫ്രീക്വൻസി പഠിച്ചിട്ടുള്ളത്. എന്താണ് ഫ്രീക്വൻസി? എന്താണ് മിനിമം കൊളിഷൻസ് അല്ലെ, അല്ലെങ്കിൽ ദ നമ്പർ ഓഫ് കൊളിഷൻസ് പെർ സെക്കൻഡ്, അതിനെയാണ് നമ്മൾ ഫ്രീക്വൻസി, അല്ലെങ്കിൽ നമ്പർ ഓഫ് വൈബ്രേഷൻസ് പെർ സെക്കൻഡ്, അതാണ് ഫ്രീക്വൻസി. ഈ കൊളിഷൻ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് കൊളിഷൻസ് പെർ സെക്കൻഡ്. വൈബ്രേഷന് പകരം കൊളിഷൻ കിട്ടും, അത്രേ ഉള്ളൂ. നമ്പർ ഓഫ് കൊളിഷൻസ് പെർ സെക്കൻഡ് ആണ് നമ്മുടെ കൊളിഷൻ ഫ്രീക്വൻസി. ഇറ്റ് ഇസ് റെപ്രസെന്റഡ് ബൈ ഇസെഡ്. ആ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക. ഓക്കെ. അപ്പൊ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചു. നമ്മൾ ഈ കെമിക്കൽ കൈനറ്റിക്സ് എന്നുള്ള റിയാക്ഷൻ, ഈ ഒരു ചാപ്റ്റർ നമ്മൾ ഒത്തിരി വീഡിയോസിലൂടെയാണ് പഠിച്ചത്. എല്ലാ വീഡിയോസും നിങ്ങൾ കാണുക. ഇനി നമ്മൾ അടുത്തത് PYQ ക്വസ്റ്റ്യൻസ് ചെയ്യുമായിരിക്കും. ഓക്കെ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും നന്നായിട്ട് നിങ്ങളെ പോലെ തന്നെ പഠിക്കട്ടെ. ഓക്കെ, ഫൈൻ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു ചാപ്റ്റർ ആയിട്ട് കാണാം. ബൈ.